യെസ്, ഇൻട്രോസ് പലതരത്തിലുണ്ട്. അതിപ്പോൾ ഒരു ലോഗോ ആവാം, അല്ലെങ്കിൽ വെറും പ്ലെയിൻ ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള സിഗ്നേച്ചർ ആവാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ വെച്ച് ഒരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോ വീഡിയോ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു ഇൻട്രോ ആക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലോഗോ ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് വൈ സിഗ്നേച്ചർ അതെല്ലാം പറയാം. അതിനു മുമ്പ് let's start with what all things you will need to make this. A pen, paper, After Effects, Illustrator and also your phone. സൈൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് സിമ്പിൾ. ഇപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു ഫുൾ നെയിമാണ്, അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ അത് സിമ്പിൾ ആക്കാൻ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെറ്ററായ AF അത് വെച്ചാണ് ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയത്. എത്ര സിമ്പിൾ ആയിരിക്കണോ അത്രയും നല്ലതായിരിക്കും. ആദ്യം തന്നെ നിങ്ങളുടെ സൈൻ ഫോട്ടോ എടുത്തത് ഇല്ലുസ്ട്രേറ്ററിൽ ഇടാം. എന്നിട്ട് പെൻ ടൂൾ യൂസ് ചെയ്ത് അത് ട്രേസ് ചെയ്യാം. എന്നിട്ട് കളർ സ്ട്രോക്കും വിഡ്ത്തും സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് വിഡ്ത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ സിഗ്നേച്ചർ അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോക്ക് വിഡ്ത്ത് ഉള്ളത് യൂണിഫോം ആയിട്ടാണ്. ഇതിൻ്റെ എൻഡിങ്ങിലും സ്റ്റാർട്ടിലും വിട്ട് കുറഞ്ഞു വന്ന രീതിക്ക് കൊടുക്കുക. അതിനായിട്ട് ഈ സംഭവം സെലക്ട് ചെയ്യാം. വല്ല ഇംപെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. ഈ കർവ് ഹാൻഡിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കർവ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഈ സിഗ്നേച്ചർ ഡിജിറ്റൽ ആക്കി കർവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫയൽ സേവ് ചെയ്യും. ഇനി ആഫ്റ്റർ എഫക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്തേക്ക് നേരത്തെ സേവ് ചെയ്ത ഇല്ലുസ്ട്രേറ്റർ ഫയൽ കൊണ്ടുവരാം. എന്നിട്ട് അത് ഒരു ഫുട്ടേജ് ആക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ സിഗ്നേച്ചറിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇതൊരു മാസ്ക് ആയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് വലിയ പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല, ഒരു റഫായിട്ട് ഇത് മാസ്ക് ചെയ്താൽ മതി. ഇനി എഫക്ട് പാനലിൽ പോയിട്ട് സ്ട്രോക്ക് ഒന്ന് അടിക്കുക. എന്നിട്ട് ഈ ഇല്ലുസ്ട്രേറ്റർ ഫയലിലേക്ക് ഈ സ്ട്രോക്ക് എഫക്റ്റ് കൊടുക്കാം. ഇതിനകത്ത് പെയിന്റ് സ്റ്റൈല് റിവീൽ ഒറിജിനൽ ഇമേജിലേക്ക് സെലക്ട് ചെയ്യാം. ബ്രഷ് സൈസ് നിങ്ങളുടെ സിഗ്നേച്ചർ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ള് കവർ ചെയ്യണ രീതിക്ക് ബ്രഷ് സൈസ് സെറ്റ് ചെയ്യുക. ഈ സ്റ്റാർട്ട് ആൻഡ് എൻഡ് വാല്യൂ ചേഞ്ച് ചെയ്യണനുസരിച്ച് ഇത് റിവീൽ ചെയ്യണത് സ്റ്റാർട്ടിങ്ങിൽ നിന്നാണോ എൻഡിങ്ങിൽ നിന്നാണോ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ എൻഡ് വാല്യൂ മാറ്റണനുസരിച്ച് ഇത് റിവീൽ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ എൻഡ് വാല്യൂവിന് കീ ഫ്രെയിം കൊടുക്കാം. ഇത് സെറ്റ് ആവണ വരെ ഇതിലെ വാല്യൂസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആനിമേഷൻസ് ഒക്കെ ഇത്തിരിയും കൂടെ സ്മൂത്തർ ആക്കാനായിട്ട് ഗ്രാഫ് എഡിറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൽ സിമ്പിൾ ആനിമേഷൻ ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇനി ഇത് ഇത്തിരിയും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ നോക്കാം. എൻ്റെ മൈൻഡിൽ ഇതൊരു ഡ്യുവൽ കളർ, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളറിലാക്കണമെന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ എന്ന് ടെസ്റ്റ് ചെയ്തോ. ഇതിപ്പോൾ എന്താ ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് ലെയർ റെഡ് കളറാക്കി അത് ഫിൽ എഫക്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇത് ഡ്യുവൽ കളറായി. ഇനി ഇതിൽ ഒരു സ്കെയിൽ ആനിമേഷനും കൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ രണ്ട് ലെയറും ഒരേപോലെ റിയാക്ട് ചെയ്യണം. അതായത് ഈ അടിയിലെ ലെയറിൻ്റെ സെയിം വാല്യൂ തന്നെ ആയിരിക്കണം പൊക്കത്തെ ലെയർ. അതിനു വേണ്ടി നമുക്ക് ഈ പിക് വിപ്പ് ടൂൾ യൂസ് ചെയ്യാം. അതായത് ഈ കാണാണ് പിക് വിപ്പ് ടൂൾ. ഇത് നേരെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് ലെയറിൽ കണക്ട് ചെയ്യാം. ഇനി ഗാഷ്യൻ ബ്ലർ യൂസ് ചെയ്ത് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യാൻ പറ്റുമെന്നോ. എനിക്ക് ഈ ലോഗോ, അതായത് ഈ സിഗ്നേച്ചർ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത്. സോ അപ്പോൾ ഇതാണ് ഞാൻ ചൂസ് ചെയ്ത കളർ തീം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിത്ത് ബാക്ക്ഗ്രൗണ്ടും വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ടും കൂടെ എക്സ്പോർട്ട് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് ഏത് സിറ്റുവേഷൻസ് വേണമെങ്കിലും ഇത് വർക്കാവും. ഇതാണ് ഫൈനൽ ആവും. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വൈ സിഗ്നേച്ചർ? ഇപ്പം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലായിരിക്കും വേറെ കുറേ പേർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു യൂണീക്നെസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിഗ്നേച്ചർ വെച്ചൊരു ലോഗോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻട്രോ എന്ത് വേണമെങ്കിലും പറയുന്നത്. അതുണ്ടാക്കുമ്പോൾ അതൊരു യൂണീക്ക് ആയിരിക്കും. ഇപ്പം എൻ്റെ ചാനലായിട്ടുള്ള മുഹമ്മദ് അഫ്രീദ്, അതായത് എൻ്റെ പേരുള്ള ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൻ്റെ ഇൻട്രോക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സിഗ്നേച്ചർ തന്നെ ഒരു ഇൻട്രോ ആക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് വെച്ച് ഒരു സിമ്പിൾ ആൻഡ് ഒരു പവർഫുൾ ഇൻട്രോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഗോ അല്ലെങ്കിൽ ചാനലിൻ്റെ ഐക്കൺ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, വെൽക്കം. ആൻഡ് ഇനി ഈ വീഡിയോയിൽ കണ്ടു ഈ ചാനലിൻ്റെ പേർപ്പസ് എന്താണ്, നല്ല കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലീവ് എ കമൻറ്റ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് വീഡിയോ or anything you like. Anyway, thank you for watching.